മഹാഗുരുശരണം 2025 മെയ് മാസം 25-ാം തീയതി ഞായറാഴ്ച. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇന്ന് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീഡിയോ ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെ ചിലരെ വിളിച്ചിരുന്നു, ചിലരെ വീഡിയോ കോൾ ചെയ്തിരുന്നു, ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു കാര്യം അപേക്ഷിക്കാനുള്ളത്, തീർത്തും ജാതകം നോക്കാനായിട്ട് ആരും എന്നെ കോണ്ടാക്ട് ചെയ്യാണ്ടിരിക്കുക. ജാതകം അയച്ചു തന്നിട്ട് അതിലെ കാര്യങ്ങൾ അറിയണം എന്ന് പറയാനായിട്ട്, അത് അറിയാനായിട്ട് ഇത് ചെയ്യാണ്ടിരിക്കുക. കാര്യം ഞാൻ പ്രൊഫഷണലി ഒരു ജ്യോതിഷനല്ല. പിന്നെ ആരുടെയും പ്രശ്നങ്ങൾ ഞാൻ പറയില്ല, ഒരു പ്രോബ്ലംസ് ഞാൻ പറയാറില്ല. അവർക്ക് ജാതകം നോക്കി ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് കോണ്ടാക്ട് ചെയ്യുന്നു, ആ ജാതകം നോക്കിയിട്ട് അത് ഏത് രീതിയിൽ അതിൻ്റെ പോംവഴി ഇത് ചെയ്യാൻ പറ്റും, എൻ്റെ ഗുരുവിൻ്റെ ഉപദേശം അനുസരിച്ച് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, ആ ഗൈഡൻസാണ് ഞാൻ കൊടുക്കുന്നത്. കഴിയുന്നതും എന്നാൽ തന്നെ സങ്കല്പം ചെയ്തിട്ട് ഞാൻ മാറ്റാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അതും ചെയ്യുക, അതും പറയുന്നു. കാര്യം പലയിടത്തും പല രീതിയിൽ വഴിപാടുകൾ അതും ഇതും ചെയ്ത് പിന്നെയും പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുന്നവരാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് ഇത് ഒരു ബ്ലെസ്സിങ്ങിന് വന്ന അമ്മയും മകളെന്ന് പറഞ്ഞാൽ ഒരു 45 വയസ്സിന് മുകളിലുണ്ട്, അമ്മയെന്ന് പറഞ്ഞാൽ 75 വയസ്സോളം ഉണ്ട്. അവർ കാര്യം മാനസികമായിട്ടുള്ള ഇത് നോക്കി, മാനസിക 16 വർഷമായിട്ടുള്ള പ്രോബ്ലമായിരുന്നു. പിന്നെ അവർ തന്നെ റെയ്ക്ക് പഠിച്ചു, ഹീൽ ചെയ്യാൻ തുടങ്ങി. അതുകൂടാണ്ട് പല പൂജകളും ഇത് ആവാഹനങ്ങളും എല്ലാം ചെയ്ത് അപ്പോഴത്തേക്ക് തൽക്കാലം ശാന്തി കിട്ടും, പൂജ ചെയ്ത് ചെയ്യും. പക്ഷേ വീട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസം കഴിയും പിന്നെ ഇതാവും. അപ്പോൾ അതിൻ്റെ ഒരു തൽക്കാലമായിട്ടൊരു ശാന്തി, ഒരു സമാധാനം അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. കാര്യം അത് കംപ്ലീറ്റ് അല്ല. അത് കംപ്ലീറ്റ് ആകണമെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ എന്താണോ അതിൻ്റെ ആ ബാധയുടെ ഇതുള്ളത് അത് ചെയ്യണം. പക്ഷേ എല്ലാം ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എനിക്ക് നിയോഗമുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതും ഞാൻ പറയാം. കാര്യം എൻ്റെ ഗുരു എൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്, ആ ഉപാസന വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കയ്യിൽ പ്രതിവിധി ഉണ്ടെന്ന് ദയവ് ചെയ്ത് വിചാരിക്കരുത്. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ എന്ത് പ്രശ്നങ്ങൾക്കും നമ്മുടെ കയ്യിൽ തന്നെ പ്രതിവിധിയുണ്ട്. നമ്മുടെ ചിന്തകൾ മാറിയാൽ, നമ്മുടെ തീരുമാനങ്ങൾ മാറിയാൽ, നമ്മുടെ പെരുമാറ്റങ്ങൾ മാറിയാൽ, നമ്മൾ ചിലതായിട്ടൊന്ന് ഫ്ലെക്സിബിൾ ആകാൻ ശ്രമിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി നമ്മളിൽ തന്നെയുണ്ട്. പുറത്തുള്ള ഒരു ശക്തിക്കും നമ്മളിൽ പ്രതിവിധി ഉണ്ടാക്കാൻ പറ്റുകയില്ല. കൃഷ്ണൻ അർജുനനോടും പറഞ്ഞത് അത് തന്നെയാണ്. യുദ്ധം നീ തന്നെ ചെയ്യണം, അതിനുള്ള ഗൈഡൻസ് ഞാൻ തരാമെന്ന് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിലെ ഏതൊരു മനുഷ്യൻ ഇപ്പോൾ ഭൂമിയിലെ മനുഷ്യരെ മാത്രമേ നമ്മൾ അറിയുള്ളൂ. അവർക്ക് നമ്മൾ തന്നെ മാറണം. അതിന് പല പ്രപഞ്ചത്തിൽ പല ദൈവതകളുണ്ട്, ഗുരുക്കന്മാരുണ്ട്, ആചാര്യന്മാരുണ്ട്, എന്നെപ്പോലുള്ള മെൻറ്ററിങ് ഒരു പ്രോത്സാഹനം നൽകുന്നവരുണ്ട്. അവരുടെയൊക്കെ ഉപദേശങ്ങൾ സ്വീകരിക്കാം, ഗൈഡൻസ് സ്വീകരിക്കാം. അതാണ് ചെയ്യാൻ പറ്റുന്നത്. കാര്യം പുറത്തുള്ള ഒരാൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ഡയാലിസിസ് മെഷീൻ ഇത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന പോലെ മാറ്റാൻ പറ്റുകയില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് ചെയ്തതിൻ്റെ അന്ന് അവിടെ ദൃക്സാക്ഷിയായിട്ടുണ്ടായിരുന്നതിൽ ഒരാൾ, ശ്രീ അജിത്ത് എന്ന് പറഞ്ഞ വ്യക്തിയോട് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹം കണ്ട അനുഭവങ്ങൾ അത് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, ഇതാദ്യമായിട്ടാണ് ഇത് കാണുന്നത്, ഇങ്ങനത്തെ ഒരു കാര്യം സിനിമയിലൊക്കെ കണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം പുറത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കാര്യം അനന്തരവനുണ്ട്. പക്ഷേ ഒരു പുരുഷനെ കൂടി വിളിച്ചു നിർത്തി. കാര്യം ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. എങ്കിലും എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം വെച്ച് എനിക്കറിയാം, ഒരു പരിധി കഴിഞ്ഞ് ഇവർക്ക് ശരീരം മൂവ് ചെയ്യാൻ പറ്റുകയില്ല എന്നറിയാം, ഗുരുവിൻ്റെ അനുഗ്രഹം ദൈവാധീനം ഉള്ളതുകൊണ്ട്. എങ്കിലും അദ്ദേഹത്തെ വിളിച്ചകത്ത് നിർത്തി അദ്ദേഹം കണ്ട കാര്യങ്ങൾ അത്ഭുതത്തോടെ ഇതോടെ അദ്ദേഹം ഇത് വീഡിയോ 2 ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. അത് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ദയവ് ചെയ്ത് വിചാരിക്കരുത്. ഞാനത് ശ്രമിക്കാം, എനിക്ക് നിയോഗം ഉണ്ടെങ്കിൽ മാത്രം, എങ്കിൽ മാത്രമേ എനിക്ക് യെസ് പറയാൻ പറ്റുള്ളൂ. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ ചിലരുടെ കാര്യങ്ങൾക്ക് ഇനിയും ഞാൻ വിളിക്കാനുണ്ട്. ഞാൻ കഴിയുന്ന ആൾക്കാരോട് വിളിച്ച് സംസാരിക്കുകയാണ്, മനസ്സിലായോ? അപ്പോൾ വിളിക്കാൻ പറ്റുന്നവരുടെ ഞാൻ വിളിക്കാം കേട്ടോ. അത് ഞാൻ പറയുകയാണ്. പിന്നെ പലരും പല പ്രശ്നങ്ങളും വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഈ ഈശ്വരനിൽ ഇത്രയും ചെയ്തു, എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയും. നമ്മുടെ കാർമ്മികം ഒരിക്കലും ദൈവത്തിനെടുത്ത് മാറ്റാൻ പറ്റുകയില്ല. നമ്മൾ അനുഭവിച്ച് തന്നെ തീർക്കണം. അല്ലെങ്കിൽ കുറേയൊക്കെ ഒഴിഞ്ഞൊക്കെ മാറ്റണം. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് അയ്യോ ഇത് ഞങ്ങളുടെ കാർമ്മികം മാറ്റാമോ എന്ന് ചോദിച്ചാൽ അതിനൊരു പരിമിതികളുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗുരുക്കന്മാരോ ഇപ്പോൾ കുല ഗുരുക്കന്മാരോ അല്ലെങ്കിൽ ആചാരപരമായിട്ടുള്ളവരോ അവരെയൊക്കെ കണ്ട് ഒഴിഞ്ഞു മാറ്റുക. അതാണ് ഇതിലെ ഒരു പോംവഴി. പക്ഷേ എല്ലാത്തിനും സാമ്പത്തികം ഒരു ഘടകമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ ഫലം ഒരു കാര്യം മാത്രം വിചാരിക്കുക, എന്ത് പ്രശ്നത്തിലും എവരി പ്രോബ്ലം ദെയർ ഈസ് എ സൊല്യൂഷൻ. ആ സൊല്യൂഷൻ നമ്മളിൽ തന്നെയുണ്ട്. ആ കറക്റ്റ് സൊല്യൂഷൻ കണ്ടെത്തുന്നത് വരെയുള്ള നമ്മുടെ യാത്ര നമ്മുടെ കാർമിക് ഡെപ്ത്സ് ആണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ, എൻ്റെ ക്ഷേത്ര ദർശനങ്ങളുടെ പുണ്യം
എന്നെ കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം, സൽസന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ്വ മനോകാമനാഭീഷ്ടവും നടക്കുവാനും, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, ഉന്നത വിജയം, നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും, നല്ലൊരു ജീവിത പങ്കാളി കിട്ടുവാനും, എല്ലാവരുടെയും വീട്ടിൽ ഐക്യമത്യം, സമാധാനം, സന്തോഷം, സമൃദ്ധി എല്ലാം ഉണ്ടാകുവാനും, അതുപോലെ എല്ലാവർക്കും ജീവിതത്തിൽ ഏത് സമയത്തും സുരക്ഷിതത്വം ഉണ്ടാകുവാനും, അത് യാത്രകളിലാകട്ടെ, വീട്ടിലാകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ, കുട്ടികൾ പഠിക്കുന്നിടത്താകട്ടെ, പഠനാവശ്യത്തിന് താമസിക്കുന്നിടത്താകട്ടെ, പഠനാവശ്യത്തിന് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റ് യാത്രകളിലാകട്ടെ എല്ലാം സുരക്ഷിതത്വം കിട്ടുവാനും, അതുപോലെ തന്നെ എല്ലാവരുടെയും ബിസിനസ്സുകളിലും ഉദ്യോഗങ്ങളിലും ഉത്തരോത്തരം വരുമാന വർധന ഉണ്ടാകാൻ, എല്ലാവരുടെ ജീവിതത്തിലും എപ്പോഴും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പോസിറ്റീവായ ദൈവീകമായ കാര്യങ്ങൾ ചെയ്യുവാനും, അതിൻ്റെ നൂറുമേനി അനുഗ്രഹം പണമായും സമൃദ്ധിയായും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ മെച്ചപ്പെടലായും, കുട്ടികൾക്ക് നല്ല ജീവിതമായും, നല്ല കുടുംബജീവിതമായും, സമാധാനത്തോടെയുള്ള കുടുംബജീവിതമായും, ഐക്യമത്യത്തോടെയുള്ള കുടുംബജീവിതമായിട്ടും ലഭിക്കണമെന്ന് എൻ്റെ ഗുരുപരമ്പരകളോട്, ഉപാസനാമൂർത്തികളോട് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ.